വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 7ാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് ഗതാഗത ആശയവിനിമയ സംവിധാനങ്ങൾ. ഇത് ഞാൻ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ബാക്കി നോട്ട് തരാമെന്ന് പറഞ്ഞു. ഇതിനകത്ത് ഫുൾ നോട്ട് ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം എനിക്കൊന്ന് 90% ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഈ ഒരു ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. അതായത് മലയാളത്തിലും ഉണ്ട്, ഇംഗ്ലീഷിലും ഉണ്ട്. മലയാളം മീഡിയക്കാർ മലയാളവും എഴുതിയെടുക്കണം, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇംഗ്ലീഷും അങ്ങ് എഴുതിയെടുക്കണം. മാത്രവുമല്ല, നമ്മൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അത് വായിക്കുമ്പോൾ അതിൻ്റെ മലയാളം തന്നെ. ഇപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾ ദാറ്റ് ആർ ഫീച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്. സ്റ്റാമ്പുകളിൽ കാണുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥമുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമാണ് കേട്ടോ. ഫൈൻഡ് ഔട്ട് ദ വെഹിക്കിൾ ദാറ്റ് ആർ ഫീച്ചേർഡ് ഓൺ ദ സ്റ്റാമ്പ്. നമ്മുടെ ആ പിക്ചർ, ടെസ്റ്റിലെ പിക്ചർ തന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ സ്റ്റാമ്പുകൾ തന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? അതിനകത്തിലെ വാഹനങ്ങൾ ഏതൊക്കെയാണ്? ഏതാണ്? ഒരു പല്ലക്കിൻ്റെ ഫോട്ടോ ഉണ്ട് കേട്ടോ. പല്ലക്ക്, സൈക്കിൾ റിക്ഷോ, ഡബിൾ ഡെക്കർ ബസ്, സ്കൂൾ റിക്ഷോ, ബസ്, ഷെവർലിയുടെ കേട്ടോ, ഷെവർലയുടെ ഒരു മോട്ടോർ കാറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാഠം നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, നിങ്ങൾക്കതൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് എന്തൊക്കെയാണെന്ന് കേട്ടോ. അപ്പം ഒരു 6 എണ്ണത്തിൻ്റെ പേരുണ്ട്, അതിൻ്റെ എല്ലാം മലയാളവും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നോക്കൂ നിങ്ങളെ, നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലോട്ട് കയറാം. വാട്ട് ഡു യു മീൻ ബൈ വെഹിക്കിള്? വാട്ട് ഡു യു മീൻ ബൈ വെഹിക്കിള്? വാഹനങ്ങൾ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാഹനങ്ങൾ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദ ടേം വെഹിക്കിൾ മീൻസ് എ ഡിവൈസ് ടു ക്യാരി. Vehicle are mechanical, non-mechanical system used for the movement of people and the transportation of goods. വായിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ചൂടെ ആണ്, ഇപ്പോൾ വായിക്കാമോ? നോക്കിക്കേ. ദ ടേം വെഹിക്കിൾ മീൻസ് എ ഡിവൈസ് ടു ക്യാരി. Vehicle are mechanical, non-mechanical system used for the movement of people and the transportation of goods. അതായത് വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. എന്താ നിങ്ങളെ? വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണം എന്നാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനമാണ് വാഹനങ്ങൾ. മലയാളം മീഡിയക്കാർ എഴുതിയെടുക്കണേ. നിങ്ങളെ വഹിച്ചുകൊണ്ട് പോകുന്ന ഉപകരണമാണ് വാഹനം എന്ന പദത്തിൻ്റെ അർത്ഥം. ഓക്കെ. മനുഷ്യർ സഞ്ചാരത്തിനായും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനായും ഉപയോഗിക്കുന്ന യാന്ത്രികേതര സംവിധാനമാണ് വാഹനങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ കറക്റ്റായിട്ടിട്ട് ഓരോന്നും എഴുതണം കേട്ടോ. 2 എണ്ണം. 3ാമത്തെ നോക്കിക്കേ. വാട്ട് വെയർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വെഹിക്കിൾ ഇൻ ദി പാസ്റ്റ്? ക്വസ്റ്റ്യൻ നല്ലപോലെ കേൾക്കണേ കുഞ്ഞുങ്ങളെ. വാട്ട് വെയർ യൂസ്ഡ് ആസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഫോർ വെഹിക്കിൾ ഇൻ ദി പാസ്റ്റ്. അതായത് പണ്ട് കാലത്ത് വാഹനങ്ങൾക്ക് പകരമായി ഉപയോഗിച്ചിരുന്നത് എന്തൊക്കെയായിരുന്നു? പണ്ട് കാലത്ത് എന്നാ കുഞ്ഞുങ്ങളെ ഈ വാഹനങ്ങളൊക്കെ ഉണ്ടായല്ലേ? നമ്മുടെ വീട്ടുകാരൊക്കെ പറയത്തില്ലേ എന്നാ ഇതൊക്കെ ഉണ്ടായത് അല്ലേ എന്ന് പറയുന്നത്. ഇതിനു മുമ്പും ആൾക്കാരൊക്കെ ജീവിച്ചില്ലേ? അപ്പോൾ അവരെന്താണ് ഉപയോഗിച്ചിരുന്നത്? ആനിമൽസ് ലൈക്ക് എലിഫൻറ്റ്, ഹോഴ്സ്, പിന്നെ ബുൾ ആൻഡ് ക്യാമൽ അല്ലേ? പണ്ട് കാലത്ത് അവരെന്തായിരുന്നു? ആന, കുതിര, കാള, ഒട്ടകം ഇല്ലേ? ഹോഴ്സ്, എലിഫൻറ്റ്, ഹോഴ്സ്, ബുള്ള് ആൻഡ് ക്യാമൽ. ആന, കുതിര, കാള, ഒട്ടകം തുടങ്ങിയവയായിരുന്നു. അപ്പോൾ ആ 3 എണ്ണം വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. എഴുതാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, ഞാൻ എല്ലാം പിതുക്കിയാണ് പറയുന്നത്. നോക്കണേ. 3 എണ്ണം ഓക്കെ ആണല്ലോ നിങ്ങളെ? അടുത്ത നോക്കിക്കേ. ഫോർ വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? ഏതെല്ലാം ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ഇന്ന് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസസ് ഡു ഹ്യൂമൻസ് യൂസ് വെഹിക്കിൾസ് ടുഡേ? ഫോർ ട്രാവലിംഗ്, for transport goods from one place to another, defense, agriculture, for research, for mining. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 4 എണ്ണത്തിൻ്റെ പേര് പഠിച്ചു വെക്കണം കേട്ടോ. മിനിമം എത്രയും പഠിച്ചു വെക്കാവോ അത്രയും പഠിച്ചു വെക്കണം നിങ്ങളെ. എന്നാലും ഞാൻ പറയുന്നുണ്ട്, മിനിമം ഒരു 4 എണ്ണമെങ്കിലും പഠിച്ചു വെക്കണം. നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തിനാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നത്? സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നു, ചരക്കുകൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഉപയോഗിക്കുന്നു, പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു,
പറയുന്നു കൃഷിക്ക് വേണ്ടി, ഗവേഷണങ്ങൾക്ക് വേണ്ടി, ഖനന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം ഇന്നെന്താണ് ഉപയോഗിക്കുന്നുണ്ട്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആണല്ലോ. 5. How might humans have met these needs before the invention of vehicle? വായിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഓരോ വാക്ക് ഞാൻ എടുത്തെടുത്താണ് പറയുന്നത്, കാരണം നിങ്ങൾ കേട്ട് പഠിക്കാനായാലും എഴുതാനായാലും കേട്ടോ. ഹൗ മൈറ്റ് ഹ്യൂമൻസ് ഹാവ് മെറ്റ് ദീസ് നീഡ്സ് ബിഫോർ ദ ഇൻവെൻഷൻ ഓഫ് വെഹിക്കിൾ. ഈ വാഹനങ്ങളുടെയൊക്കെ ഇൻവെൻഷൻ എന്ന് വെച്ചാൽ കണ്ടുപിടുത്തം എന്നാണ് അറിയണേ നിങ്ങൾ കേട്ടോ. സയൻസിനകത്തിലൊക്കെ ചില വാക്കുകൾ ഇൻവെൻഷൻ എന്നൊരു വാക്ക് ഓർത്തോണം, പക്ഷെ കണ്ടുപിടുത്തങ്ങളുടെ വാഹനങ്ങളുടെ കണ്ടുപിടുത്തത്തിന് മുമ്പ് ആവശ്യങ്ങളൊക്കെ അവർ നിറവേറ്റിയിരുന്നത് എങ്ങനെയാണ്? ഈ വാഹനങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ അന്ന് താമസിച്ച ആൾക്കാരൊക്കെ എങ്ങനെയാണ് ഈ സാധനങ്ങളൊക്കെ ഒരു സ്ഥലത്ത് നിന്നും വേറെ സ്ഥലത്തോട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്? അല്ലെങ്കിൽ അവർ യാത്ര ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പോഴല്ലേ വാഹനങ്ങളല്ലായത്, അന്ന് എങ്ങനെയായിരുന്നു? ഓൺ ഫൂട്ട്, അവർ കാൽനടയായിട്ട് തന്നെയായിരുന്നു. പണ്ട് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ പറയുന്ന അവരോട് ചോദിച്ചാൽ മതി, ഞങ്ങൾ പണ്ട് കാലത്ത് ഇന്നടത്ത് വരെ പോയി, ഇവിടെ എത്ര ദൂരം ഉണ്ടോ അവിടെ വരെ നടന്നാണ്, ഓൺ ഫൂട്ട്, കാൽനടയായിട്ട് പോയി അല്ലേ. ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ്, ഇനി എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അവരത് തലയിൽ വെച്ച് തലച്ചുമടായി, ബൈ ക്യാരിങ് ഓൺ ദ ഹെഡ്. പിന്നോ അതും അല്ലെങ്കിൽ യൂസിങ് ആനിമൽസ് അല്ലേ, മൃഗങ്ങളുടെ പുറത്ത് വെച്ച്. പണ്ട് കാളവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെയൊക്കെ കൊച്ചിലെ കാളവണ്ടി. ഇപ്പം അതൊന്നും കാണാനേ ഇല്ല അല്ലേ കാളവണ്ടിയൊക്കെ. ഞങ്ങളുടെയൊക്കെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ തീർന്നു തോന്നുന്നല്ലേ. ബൈ യൂസിങ് ആനിമൽസ് ആവും. നിങ്ങളുടെയൊക്കെ അമ്മമാരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം കേട്ടോ. ആ ഒരു കാലം വരെയൊക്കെ ഇതൊക്കെ ഉള്ളായിരുന്നു, നിങ്ങൾക്കൊന്നും അത് കാണാനുള്ള ഭാഗ്യം ഇല്ലെന്ന് തോന്നുന്നു അല്ലേ. ബൈ യൂസിങ് ആനിമൽസ്, കാളപ്പുറത്തൊക്കെ വെച്ച് കേട്ടോ. ഇനി വാട്ട് വേർ ദ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് മെത്തേഡ്? ഇനി ഇത്തരം മാർഗങ്ങൾക്ക് എന്തെല്ലാം പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു? ഇതിപ്പോൾ നമ്മളിപ്പോൾ കാൽനടയായിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം 250 കിലോ ഉള്ളതിനെ നമ്മൾ തലയിൽ വെച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പം അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പരിമിതി കാണുമായിരിക്കുമല്ലോ അല്ലേ. The growing demand could not reach the destinations quickly. Very few were able to transfer. Traveling become difficult. ആ 4 പോയിൻ്റായിട്ട് എഴുതിയെടുക്കണം. എന്ന് വെച്ചാൽ എന്താവും നിങ്ങളെ, വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. വർദ്ധിച്ചു വരുന്ന ആവശ്യം, കാരണം അവരെങ്ങനെയൊക്കെയായിട്ടാണല്ലേ വാഹനങ്ങളിലൊക്കെ. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കൊണ്ടുവരുമോ എന്ന് പറയുന്നുണ്ട് അല്ലേ. അന്നെന്താ എന്നും പോയി തമിഴ്നാട്ടിൽ പോയി എടുത്തുകൊണ്ട് വരുമോ? അപ്പം എന്താ, ഈ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല. യാത്രകളൊക്കെ ദുഷ്കരമായിരുന്നു. കുഡ് നോട്ട് റീച്ച് ദ ഡെസ്റ്റിനേഷൻ ക്വിക്കിലി. വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. പിന്നെ മനുഷ്യൻ്റെ അധ്വാനവും കൂടുതലായിരുന്നു. ഇത് കേൾക്കുമ്പോഴേ അറിയാം അല്ലേ. വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ അവർക്ക് നിറവേറ്റാൻ കഴിഞ്ഞിരുന്നില്ല അല്ലേ. ടു ഗ്രോവിങ് ഡിമാൻഡ് കുഡ് നോട്ട് മീറ്റ്. യാത്രകൾ ദുഷ്കരമായിരുന്നു. വേഗത്തിൽ അവർക്ക് ലക്ഷ്യസ്ഥാനത്ത് എവിടെയാണോ എത്തിക്കേണ്ടത് ആ സ്ഥാനത്ത് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മനുഷ്യൻ്റെ അധ്വാനങ്ങളും കൂടുതലായിക്കൊണ്ട് ഇരുന്നു. ട്രാവലിംഗ് ബിക്കം ഡിഫിക്കൽട്ട്. വെരി ടു വെയർ ഏബിൾ ടു ട്രാൻസ്ഫർ. കേട്ടോ, ഈ ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് എഴുതിയെടുക്കണം. എന്നിട്ടും ഇത് മലയാളം എഴുതിയെടുക്കുന്നത് നല്ലതാവും. ഞാൻ പറഞ്ഞെങ്കിലും ഇംഗ്ലീഷ് മീഡിയക്കാർ ഈ മലയാളം എഴുതിയെടുക്കുന്നത് നിങ്ങൾക്ക് ട്യൂഷൻ്റെ ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ ബീനാസ്, ഞാൻ എൻ്റെ ക്ലാസ് കാണുന്നിടത്തൊക്കെ എല്ലാം പറയും, ബീനാസ് ലേണിംഗ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ഇന്നത്തെ കാലത്ത് ഒരു ബുക്ക് മേടിക്കാൻ കഴിവില്ലാത്തത് ആരും കാണത്തില്ല കേട്ടോ. ഒരു 100 പേരെയും വീട്ടിൽ ഇപ്പോഴും കാണും പൊട്ടിക്കാത്ത ബുക്കുകൾ. അപ്പോൾ അതിൽ നിന്ന് ഒരു ബുക്ക് എടുത്തിട്ട് എന്താ നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പഴയ ബുക്ക് ആയാലും പോയിക്കോട്ടെ, കഴിഞ്ഞ വർഷത്തെയൊക്കെ ബുക്ക് കാണത്തില്ലേ, അപ്പോൾ അതിൽ നിന്ന് പേപ്പറൊക്കെ നമ്മൾ പിൻ ചെയ്ത് ആയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, എന്താ ഈ നോട്ട് എഴുതി എടുത്തിട്ട് ഇംഗ്ലീഷും മലയാളം എഴുതാമെങ്കിൽ എന്താ നിങ്ങൾക്ക് അതിനെ പഠിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം ഇത്തരം നമ്മൾ ഇതിൻ്റെ എല്ലാം ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ ഓരോ വാഹനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു, എന്തൊക്കെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയൊക്കെ ആയിരുന്നു കൊണ്ടുപോയത്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ്. ഈ പാഠത്തിൻ്റെ പേരെന്താ, ട്രാൻസ്പോർട്ടും കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ, ഗതാഗതം അല്ലേ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സാധനങ്ങൾ കൊടുക്കുന്നതിനെക്കുറിച്ചും വാങ്ങുന്നതിനെക്കുറിച്ചും പോകുന്നതിനെക്കുറിച്ചും വരുന്നതിനെക്കുറിച്ചും ഒക്കെയാണ് ഫസ്റ്റിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയായിരുന്നു പണ്ടുള്ളതിനെക്കുറിച്ചാണ് ഈ 6 ക്വസ്റ്റ്യൻസിനകത്ത് പറഞ്ഞത്. 7ാമത്തെ നോക്കിയോ നിങ്ങളെ. The image given show how wheels were used for transportation in the past. What information can be obtained from this? ഈ ചോദ്യം കേട്ടെന്ന് വെച്ചാൽ ചക്രങ്ങൾ മുൻകാലങ്ങളിൽ ഗതാഗതത്തിന് എങ്ങനെയെല്ലാം ഉപയോഗിച്ചുവെന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇവയിൽ എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? നമ്മുടെ ടെസ്റ്റിലെ ഒരു ചോദ്യം അത് കേട്ടോ. ചക്രങ്ങളുടെ ഒരു ഇതുണ്ട് കേട്ടോ. ടെസ്റ്റ് ഇപ്പം എൻ്റെ ഇല്ല കുഞ്ഞുങ്ങളെല്ലാം ഞാൻ കാണിക്കായിരുന്നു. ചക്രങ്ങൾ മുൻകാലങ്ങളിൽ, അത് ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട്. ഗതാഗതത്തിന്
എങ്ങനെയെല്ലാം ഉപയോഗിച്ചു എന്ന് കാണിക്കുന്ന ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത് കേട്ടോ. അതുണ്ട് ഇവയിൽ എന്തെല്ലാം നോക്കിക്കേ. വീൽഡ് കാർട്ട് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ്. ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. എന്താ നിങ്ങളെ വീൽഡ് കാർട്ട് വെയർ പുൾഡ് ബൈ ഹ്യൂമൻ. ചക്രങ്ങൾ ഘടിപ്പിച്ചിട്ട് ഈ വണ്ടികൾ മനുഷ്യർ വലിച്ചു കൊണ്ടുപോയിരുന്നു. പിന്നോ വീൽഡ് കാർട്ട് വെയർ പുൾഡ് യൂസിങ് ആനിമൽസ്. പിന്നെ അവരെന്ത് ചെയ്തു? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ മൃഗങ്ങളെ ഉപയോഗിച്ച് വലിച്ചു കൊണ്ടുപോയിരുന്നു. കണ്ടോ, അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തായിരുന്നു നിങ്ങളുടെ ക്വസ്റ്റ്യന് ആൻസർ കണ്ടോ. ആദ്യം എന്ത് ചെയ്തു? വീൽഡ് കാർട്ട് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ്. പിന്നോ വീൽഡ് കാർട്ട് വെയർ പുൾഡ് യൂസിങ് ആനിമൽസ്. പിന്നെ വീൽഡ് കാർട്ട് വെയർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്. എന്താ നിങ്ങളെ ട്രാൻസ്പോർട്ട് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താ? അതായത് ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ചു. മൂന്നാമത്തെ കണ്ടോ, അവര് എന്ത് ചെയ്തു? ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ ചരക്കുകൾ കൊണ്ടുപോകുന്നതിന് ഉപയോഗിച്ചു. പിന്നെ ഹ്യൂമൻസ് യൂസ്ഡ് വീൽഡ് വെഹിക്കിൾ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മനുഷ്യർ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് ചക്രങ്ങൾ ഘടിപ്പിച്ച വാഹനങ്ങൾ ഉപയോഗിച്ചു. ഇതിൻ്റെ ഓരോന്നിൻ്റെയും മലയാളം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്, ഇംഗ്ലീഷുകാർക്ക് എളുപ്പം. അതൊക്കെ സെൻറ്റൻസ് ചെറിയ സെൻറ്റൻസ്. വീൽഡ് കാർട്ട് വെയർ പുൾഡ് ബൈ ഹ്യൂമൻസ്. വീൽഡ് കാർട്ട് വെയർ പുൾഡ് യൂസിങ് ആനിമൽസ്. വീൽഡ് കാർട്ട് വെയർ യൂസ്ഡ് ടു ട്രാൻസ്പോർട്ട് ഗുഡ്സ്. പിന്നെ ഹ്യൂമൻ യൂസ്ഡ് വീൽഡ് വെഹിക്കിൾ ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മനുഷ്യർ ഒരിടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്നതിന് ഇപ്പോഴത്തെ കാര്യം ഞങ്ങളെ ചക്രങ്ങൾ ഘടിപ്പിച്ച വണ്ടികൾ ഉപയോഗിച്ചു കേട്ടോ. അത് ആ പടത്തിൽ നോക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ആൻസർ വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഈ വീലിനെ കുറിച്ച് ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി നമ്മളതിൻ്റെ ഗതാഗതം, നമ്മളിപ്പോൾ കുറേ ഗതാഗതത്തെക്കുറിച്ച് പഠിച്ചതൊക്കെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതായിരുന്നല്ലേ. ഇനിയും പണ്ട് കാലത്ത് നമ്മൾ വാഹനങ്ങളിൽ പോകുന്നതും വരുന്നതും ചരക്കുകൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ചൊക്കെയായിരുന്നു ഇതുവരെ പറഞ്ഞത്. ഇനിയും ഈ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, അതായത് ഗതാഗത മാർഗങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ എന്താ നിങ്ങളെ? ഗതാഗത മാർഗങ്ങൾ നോക്കണേ. കരഗതാഗതം മൂന്നായിട്ട് ഇതിനെ തിരിച്ചിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ ഗതാഗത മാർഗങ്ങളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കും, ഒരു മാർഗിനൊക്കെ ചോദിക്കും കേട്ടോ. കരഗതാഗതം ലാൻഡ് ട്രാൻസ്പോർട്ട്, ജലഗതാഗതം വാട്ടർ ട്രാൻസ്പോർട്ട്, വ്യോമഗതാഗതം ഈ എയർ ട്രാൻസ്പോർട്ടിൻ്റെ മലയാളം എന്താ നിങ്ങളെ? വ്യോമഗതാഗതം എന്നാണ് കേട്ടോ. അപ്പം മലയാളം മീഡിയക്കാർ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് നല്ലപോലെ മനസ്സിലാക്കണം. നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗതാഗത മാർഗങ്ങൾ, മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ഒന്ന് കരഗതാഗതം, ജലഗതാഗതം, വ്യോമഗതാഗതം. നമ്മൾ ഇനി ഇതിനെക്കുറിച്ചാണ്. ഇതൊക്കെ എന്താ? കരയിൽ കൂടെ പോകുന്ന വാഹനങ്ങളും അതിൻ്റെ പ്രത്യേകതയും, ജലത്തിൽ കൂടെ പോകുന്ന വാഹനങ്ങളും അവയുടെ പ്രത്യേകതയും, വ്യോമഗതാഗതം അല്ലെ ആകാശത്തു കൂടെ പോകുന്നതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇതുവരെ പണ്ടുള്ള കാര്യങ്ങളും എങ്ങനെയൊക്കെയായിരുന്നു എന്നാണ് പഠിച്ചത്. ഇനി വ്യത്യസ്ത രീതിയിൽ കണ്ടുപിടുത്തങ്ങളുണ്ട് അല്ലേ. ഒന്ന് നോക്കിയാൽ റോഡ് ഗതാഗതം, കരഗതാഗതത്തെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതമെന്നും റെയിൽ ഗതാഗതമെന്നും. മനസ്സിലാവുന്നുണ്ടോ? ഗതാഗത മാർഗങ്ങളെ മൂന്നായിട്ട് തിരിച്ചു. അതിൽ കരഗതാഗതത്തെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചു. റോഡ് ഗതാഗതമെന്നും റെയിൽ ഗതാഗതമെന്നും. ഇനി ജലഗതാഗതം, ഉൾനാടൻ ഗതാഗതം, കടൽ ഗതാഗതം. ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് എഴുതി വെച്ചിട്ടുണ്ട്. ഇൻലാൻഡ് കേട്ടോ, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്, കടൽ ഗതാഗതം മെരിടൈംസ് ട്രാൻസ്പോർട്ട്, മെരിടൈം വാട്ടർ ട്രാൻസ്പോർട്ട്. ഇത് റോഡ്, റെയിൽ അല്ലേ. ഇനി വ്യോമഗതാഗതം, എയർ ഗതാഗതം, എയർ അല്ലേ, എയർ ട്രാൻസ്പോർട്ടിനെ ദേശീയ വ്യോമഗതാഗതം എന്നും അന്തർദേശീയ വ്യോമഗതാഗതം, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് എന്ന് രണ്ടായിട്ട്, എല്ലാത്തിനെയും ഈ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതാഗത മാർഗങ്ങൾ പ്രധാനമായും മൂന്ന് വിധമാണ്. ലാൻഡ്, വാട്ടർ, എയർ. കരയിലൂടെയുള്ളത്, വെള്ളത്തിൽ കൂടെ ഉള്ളത്, വായിലൂടെ ഉള്ളത്, ഇങ്ങനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. റോഡിൽ കൂടെ ഉള്ളതാണ് റോഡും കരഗതാഗതം, കരയിലൂടെ ഉള്ളതാണ് റെയിൽ ഗതാഗതവും റോഡ് ഗതാഗതവും. വെള്ളത്തിലൂടെ ഉള്ളതാണ് ഉൾനാടൻ ഗതാഗതവും കടൽ ഗതാഗതവും. ഇനി ആകാശത്തൂടെയുള്ളതാണ് ദേശീയ വ്യോമ ഗതാഗതം, അതായത് നാഷണൽ അല്ലേ, നാഷണൽ എയർ ട്രാൻസ്പോർട്ടും ഇന്റർനാഷണൽ ട്രാൻസ്പോർട്ടും. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിൻ്റെ ഓരോന്നിനെ കുറിച്ചും പഠിക്കാം. ആദ്യം ആരെക്കുറിച്ചായിരിക്കാം? ആദ്യം ആരാ കുഞ്ഞുങ്ങളെ? ലാൻഡ് ട്രാൻസ്പോർട്ട്. എന്താ ലാൻഡ് ട്രാൻസ്പോർട്ട്? നോക്കിക്കേ. ലാൻഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ചാൽ കരഗതാഗതം. ലാൻഡ് ട്രാൻസ്പോർട്ട് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. അതായത് കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് ഡാഷ്. പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിക്കാം. നിങ്ങളെ കരയിലൂടെയുള്ള ഗതാഗത സംവിധാനമാണ് ഡാഷ്. ഏത്? കരഗതാഗതം. ലാൻഡ് ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ ഡാഷ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്.
ഡാഷ് ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഓൺ ലാൻഡ്. ഏതാ? ലാൻഡ് ട്രാൻസ്പോർട്ട്. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുവേ. റൈറ്റ് ഡൗൺ ദ മേജർ മോഡ് ഓഫ് ലാൻഡ് ട്രാൻസ്പോർട്ട്. ഇനി നമ്മൾ പറഞ്ഞു ലാൻഡ് ട്രാൻസ്പോർട്ടിൻ്റെ അതായത് കരഗതാഗതത്തിൻ്റെ പ്രധാന മാർഗങ്ങൾ എന്ന് വെച്ചാൽ റോഡ് ട്രാൻസ്പോർട്ടും റെയിൽ ട്രാൻസ്പോർട്ടുമാണ്. മലയാളം ഇംഗ്ലീഷും എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒന്നാമത്തെ ആരാ? റോഡ് ട്രാൻസ്പോർട്ട്. നമ്മൾ മൂന്ന് ഗതാഗത ട്രാൻസ്പോർട്ടാണ്. ഏതാ? റോഡ്, റെയിൽ, എയർ. അതിൽ റോഡിനെ കുറിച്ചാണ്, ലാൻഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിനെ വീണ്ടും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, റോഡും റെയിലും. ആ റോഡ് ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. പൈനിയേർഡ് മോഡേൺ റോഡ് കൺസ്ട്രക്ഷൻ. ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടതാര്? ഒരു മാർഗിൻ്റെ ഒരു ചോദ്യം കേട്ടോ. എന്താ നിങ്ങളെ? ആധുനിക രീതിയിലുള്ള റോഡ് നിർമ്മാണത്തിന് തുടക്കമിട്ടതാര്? ഹൂ പൈനിയേർഡ് മോഡേൺ റോഡ് കൺസ്ട്രക്ഷൻ? സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മാക് ആദം ആണ്. എന്താ? സ്കോട്ടിഷ് എഞ്ചിനീയറായ JL മാക്, MC എന്ന് വെച്ചാൽ മാക് ആദം, ആദം സ്പെല്ലിങ് നോക്കണേ. ഇനി മേജർ ഹൈവേ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന ഹൈവേകൾ ഏതൊക്കെയാവും നിങ്ങളെ? ഒന്ന് ഗോൾഡൻ ക്വാഡ്രിലേറ്ററും, രണ്ട് നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസും. പേരോർത്തോണേ. ഗോൾഡൻ ക്വാഡ്രിലേറ്റർ അറിയാമോ? മാക്സിനകത്തിൽ ഗോൾഡൻ ക്വാഡ്രിലേറ്റർ എന്ന് വെച്ചാൽ സുവർണ ചതുഷ്കോണം എന്നാണ് മലയാളം. സുവർണ ചതുഷ്കോണം. അങ്ങനെയുണ്ട്, സൂപ്പർ പേരല്ലേ. ഇനി നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ എന്ന് വെച്ചാൽ വടക്ക് തെക്ക് ഇടനാഴിയും, കോറിഡോർ എന്ന് വെച്ചാൽ ഇടനാഴി എന്നാട്ടോ, ഇടനാഴി. പിന്നെ ഈസ്റ്റ് വെസ്റ്റ് കിഴക്ക് പടിഞ്ഞാറ് ഇടനാഴിയും. ഇങ്ങനെയുണ്ടോ നിങ്ങളെ? ഇന്ത്യയിലെ പ്രധാന ഹൈവേ. 2 മാർക്കിൻ്റെ ചോദ്യമായി 2 എണ്ണം. നമ്മളിപ്പോൾ ഇതൊന്നും അറിയാൻ വയ്യാത്ത രീതിയിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഈ 2 എണ്ണം ക്രിസ്മസ് പരീക്ഷയ്ക്ക് കാണും കേട്ടോ. ഗോൾഡൻ ക്വാഡ്രിലേറ്ററും നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർസ്. ചില വാക്കുകൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഓർത്തിരിക്കണം. ഇൻവെൻഷൻ എന്ന് വെച്ചാൽ കണ്ടുപിടുത്തം, കോറിഡോർസ് ഇടനാഴി. ചില വാക്കുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ട്? ഇനി ഈ റോഡ് ട്രാൻസ്പോർട്ടിൻ്റെ എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഇതുകൊണ്ട് എന്തോ ഒരു ഉപയോഗമുണ്ട് അല്ലേ? മേന്മകൾ. ഒന്ന്, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ്. നമ്മൾ മറ്റേതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴേ താരതമ്യേന ചിലവ് കുറവായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണ്? റിലേറ്റീവ്ലി ലെസ് എക്സ്പീരിയൻസ്. താരതമ്യേന ചിലവ് കുറവാണ്. പിന്നോ accessible to all sections of people. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇത് പ്രാപ്യമാകുന്നു അല്ലേ? റോഡ് ട്രാൻസ്പോർട്ട് എല്ലാവർക്കും, എല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമായ കാര്യമാണ് റോഡ് ട്രാൻസ്പോർട്ട്. പിന്നെ നോക്കൂ നിങ്ങളെ, ബാക്കിയുണ്ട്. ഹ്രസ്വദൂര യാത്രകൾക്ക് ഏറ്റവും അനുയോജ്യമാണ് അല്ലേ? ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ എ ഷോർട്ട് ട്രിപ്പ്. നമുക്കിപ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഒരു അമ്പലത്തിലോ അല്ലേ, ഒരു പള്ളിയിലോ ഒരു ചർച്ചിലോ മോസ്കിലോ ഇനി അത് പറഞ്ഞില്ല എന്നുണ്ട്, എല്ലായിടവും പോകണം കേട്ടോ നിങ്ങളെ. അത് പോട്ടെ. അപ്പം നമുക്ക് പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ അല്ലേ, ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ എ ഷോർട്ട് ട്രിപ്സ് അല്ലേ? എന്താ, എങ്ങോട്ടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ, പിന്നെ നമ്മൾ കര അല്ലേ, കര എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാറോ ബസ്സോ സ്കൂട്ടറോ അല്ലേ, അങ്ങനെയൊക്കെ എന്തെങ്കിലും കരഗതാഗതമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വേഗതയും കാര്യക്ഷമതയും, സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. വിദൂര പ്രദേശങ്ങളിലേക്ക് യാത്രയ്ക്ക് സഹായിക്കുന്നു. ഫെസിലിറ്റേറ്റ് ടു ട്രാവൽ ടു റിമോട്ട് ഏരിയ. ഓക്കെ ആണോ നിങ്ങൾ? എത്രയും അതെ. ഇനി അടുത്ത നമ്മൾ റെയിൽ ട്രാൻസ്പോർട്ട്. നമ്മൾ റോഡ് ട്രാൻസ്പോർട്ട് ഒന്നാമത്തത് ലാൻഡ് ട്രാൻസ്പോർട്ടിനെ 2 തിരിച്ചിരിക്കുന്നു. 1 റോഡ് ട്രാൻസ്പോർട്ടും 2 റെയിൽ ട്രാൻസ്പോർട്ടും. അതിൻ്റെ രണ്ടാമത്തെയാണ് റെയിൽ ട്രാൻസ്പോർട്ട്. എന്താവും നിങ്ങൾ? റെയിൽ ഗതാഗതം. അതിനെക്കുറിച്ചൊരു 2-3 വരി അറിഞ്ഞിരിക്കണം. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് റെയിൽ ട്രാൻസ്പോർട്ട്. അത് 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റെയിൽ ട്രാൻസ്പോർട്ട്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. വേർ ഡിഡ് റെയിൽ ട്രാൻസ്പോർട്ട് ബിഗിൻ? എവിടാണ്? ബ്രിട്ടനിലാണ്. റെയിൽ ഗതാഗതം ആദ്യമായിട്ട് ആരംഭിച്ചത് ബ്രിട്ടനിലാണ്. 1 മാർക്കിൻ്റെ ചോദ്യം. റെയിൽ ഗതാഗതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അതിനകത്തിലെ 1 വേർഡായിട്ട് നിങ്ങൾക്ക് അതങ്ങ് പഠിക്കാം. അതിനകത്തിലെ സെൻറ്റൻസ് ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഇതൊക്കെ അങ്ങ് എഴുതിയും വെച്ചാൽ മതി കേട്ടോ. 1 ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റെയിൽ ട്രാൻസ്പോർട്ട്. കരയിലെ ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനമാണ് റെയിൽ ഗതാഗതം. വേർ ഡിഡ് റെയിൽ ട്രാൻസ്പോർട്ട് ബിഗിൻ? ബ്രിട്ടനിലാണ്. റെയിൽ ഗതാഗതം ആരംഭിച്ചത് ബ്രിട്ടനിലാണ്.
ലോക്കോമോട്ടീവ് ട്രെയിൻസ് കെയിം ഇൻ ടു ബീയിങ് വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് സ്റ്റീം എൻജിൻ. എന്ന് വെച്ചാൽ ലോക്കോമോട്ടീവ് എന്ന തീവണ്ടിയുടെ വരവിന് തുടക്കം കുറിച്ചത് ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തത്തിലാണ് കേട്ടോ. ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം വായിക്കാൻ അറിയാം നിങ്ങളെ. ലോക്കോമോട്ടീവ് എന്ന തീവണ്ടിയുടെ വരവിന് തുടക്കം കുറിച്ചത് ആവിയന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ. പിന്നെ ഹൂ ബിൽറ്റ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് എഞ്ചിൻ ഇൻ ബ്രിട്ടൻ? ആരാ നിങ്ങളെ? ഹൂ ബിൽറ്റ് ദ ഫസ്റ്റ് ലോക്കോമോട്ടീവ് എഞ്ചിൻ ഇൻ ബ്രിട്ടൻ? ഇന്ന് 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ് ബ്രിട്ടനിൽ ആദ്യത്തെ ലോക്കോമോട്ടീവ് തീവണ്ടി എഞ്ചിൻ നിർമ്മിച്ചത്. 1825 ജോർജ് സ്റ്റീഫൻസൺ ആണ്. വായിക്കാൻ അറിയണേ. അപ്പോൾ 1, 2, 3, 4 സെൻറ്റൻസ് എന്താ നമ്മൾ റെയിൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് പഠിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട 4 പോയിന്റാണ് എഴുതി വെച്ചേക്കുന്നത്. ഒന്ന്, ഏറ്റവും സ്പീഡ് അല്ലെ ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് റെയിലാണ്. പിന്നെ റെയിൽവേ ഇതിൻ്റെ തുടക്കം എന്ന് വെച്ചാൽ ബ്രിട്ടനിലാണ്. ഇത് കണ്ടുപിടിച്ചത് അല്ലെ ലോക്കോമോട്ടീവ് ഇൻവെൻഷൻ സ്റ്റീം എൻജിൻ. ലോക്കോമോട്ടീവ് എന്ന തീവണ്ടിയുടെ വരവിന് തുടക്കം കുറിച്ചത് ആവിയന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്താലാണ്. പിന്നെ ലോക്കോമോട്ടീവ് എൻജിൻ ബ്രിട്ടനിൽ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാലോ ജോർജ് സ്റ്റീഫൻസൺ ആണ്. എങ്ങനെയുണ്ട് റെയിൽവേ? നല്ല എളുപ്പമല്ല ഞങ്ങളെ റെയിൽവേയെ കുറിച്ച്. അപ്പം നമ്മൾ വാട്ടർ ട്രാൻസ്പോർട്ട് അല്ല ലാൻഡ് ട്രാൻസ്പോർട്ട് എന്നാൽ എന്ത്, ഈ ലാൻഡ് ട്രാൻസ്പോർട്ടിനെ 2 തിരിച്ചതും പറഞ്ഞു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഈ ഇന്ത്യൻ റെയിൽ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ഒന്ന് എഴുതാൻ ചോദിച്ചാൽ എന്താണ് ഈ ഇന്ത്യൻ റെയിൽ ട്രാൻസ്പോർട്ട്? നോക്കൂ നിങ്ങളെ. റെയിൽ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ വാസ് സ്റ്റാർട്ടഡ് ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് ദീസ് ഗുഡ്സ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ടു ദ പോർട്ട്. അല്ലോ മനസ്സിലായോ? അതായത് വസ്തുക്കളും വിഭവങ്ങളും. ഗുഡ്സ് എന്ന് വെച്ചാൽ വസ്തുക്കളാണ് അല്ലേ, സാധനങ്ങൾ അല്ലേ, വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് നമ്മുടെ റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത്. റെയിൽ ഗതാഗതത്തെക്കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാ ഈ സംഭവം ഇത് വന്നത്? നമ്മുടെ വസ്തുക്കളും വിഭവങ്ങളും തുറമുഖങ്ങളിൽ എത്തിക്കാൻ. പോർട്ടെന്ന് വെച്ചാൽ തുറമുഖം എന്നാണ് കേട്ടോ, പോർട്ട് കേട്ടോ. നാച്ചുറൽ റിസോഴ്സസ് എന്ന് വെച്ചാൽ വിഭവങ്ങളാണ്. ഗുഡ്സ് എന്ന് വെച്ചാൽ സാധനം, വസ്തുക്കൾ അല്ലേ. ഇതെല്ലാം തുറമുഖങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം എന്ന നിലയിലാണ് നമ്മുടെ റെയിൽ ഗതാഗതം ഇന്ത്യയിൽ ആരംഭിച്ചത്. പിന്നോ എ ബ്രോഡ് ആൻഡ് എക്സ്റ്റെൻസീവ് റെയിൽവേ നെറ്റ്വർക്ക് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണോ നിങ്ങളെ? ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റെയിൽവേ സംവിധാനമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഇന്ത്യ. പിന്നെ മെട്രോ റെയിൽ സിസ്റ്റം എക്സിസ്റ്റ് ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ഓഫ് ഇന്ത്യ ഇൻക്ലൂഡിംഗ് കൽക്കട്ട, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ ആൻഡ് കൊച്ചി. കൊൽക്കത്ത, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ, ചെന്നൈ, കൊച്ചി തുടങ്ങിയ ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലെല്ലാം മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. ഇപ്പം നമ്മുടെ കൊച്ചിയിലും അല്ലേ, കൊച്ചി അല്ലേ, മെട്രോ റെയിൽ സംവിധാനം നിലവിലുണ്ട്. അപ്പം റെയിൽ ഗതാഗതത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതിൻ്റെ ഒരു 3 സെൻറ്റൻസ് ഇതാണ് ഞാനിപ്പോൾ തന്നു. ആ 3 എണ്ണവും വൃത്തിയായിട്ട് ഇംഗ്ലീഷ്. ഇതിപ്പോൾ തോനെയായിട്ട് നിങ്ങൾക്ക് ഒത്തിരിയും നോട്ടോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇത്രയും നോട്ടോ ഒന്ന് പേടിക്കേണ്ട. അത് ഞാൻ മലയാളവും ഇംഗ്ലീഷും കൂടെ എഴുതി വെച്ചുകൊണ്ടാണ് ഒരുപാടായിട്ട് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ മലയാളം എഴുതിയെടുക്കുമ്പോൾ പഠിക്കാൻ എളുപ്പം. ഓക്കെ ആണോ നിങ്ങളെ? 14 ക്വസ്റ്റ്യൻ ആൻസർ. 15ാമത്തെ ചോദ്യം നോക്കിക്കേ. അഡ്വാൻറ്റേജസ് ഓഫ് റെയിൽ ട്രാൻസ്പോർട്ട്. ഈ റെയിൽ ട്രാൻസ്പോർട്ട് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? ഉണ്ടോ നിങ്ങളെ? നോക്കിയേ. റെയിൽവേ ട്രാൻസ്പോർട്ടിൻ്റെ മേന്മകൾ എന്തെല്ലാം നോക്കിക്കേ. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത സംവിധാനമാണിത് കേട്ടോ. വണ്ടിക്കൂലി കുറച്ച് കൊടുത്താൽ മതിയെന്ന്. ചീപ്പസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ടു ക്യാരി മോർ പീപ്പിൾ. കൂടുതൽ പേർക്ക് അല്ലേ, ട്രെയിനിൽ 1-2 പേരാണോ യാത്ര ചെയ്യുന്നത്? അല്ല, കൂടുതൽ പേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത സംവിധാനമാണിത്. പിന്നോ ഹെൽപ്സ് ടു മൂവ് ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ്. അത് മാത്രമല്ല എന്താ, കൂടുതൽ ചരക്കുകൾ, സാധനങ്ങൾ കൊണ്ടുപോകാനും ഇതിനകത്തിൽ പറ്റുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങളെ? ഹെൽപ്പ് ടു സഹായിക്കുന്നുണ്ട്. എന്താ? മൂവ് ബൾക്ക് എമൗണ്ട് എന്ന് വെച്ചാൽ എന്താ? കൂടുതൽ എമൗണ്ട് ഓഫ് സാധനങ്ങൾ, ബൾക്ക് എമൗണ്ട് ഓഫ് ഗുഡ്സ് അല്ലേ. കൂടുതൽ സാധനങ്ങൾ നമ്മുടെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നോ ലെസ് നോയിസ് പൊല്യൂഷൻ ആണ്, ശബ്ദ മലിനീകരണം കുറവാണ്. സ്മാൾ എമൗണ്ട് ഓഫ് ഫ്യൂവൽ, ഇന്ധനവും കുറച്ച് മതി. പിന്നോ എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി, പരിസ്ഥിതി സൗഹൃദം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇപ്പം നമ്മൾ പഠിച്ച റെയിൽ ട്രാൻസ്പോർട്ട്, അതായത് ലാൻഡ് ട്രാൻസ്പോർട്ടിനെ 2 തിരിച്ചിട്ടുണ്ട് അല്ലേ. അതിനകത്ത് എന്താ ലാൻഡ് റെയിൽ ട്രാൻസ്പോർട്ടും പിന്നെ ഏതായിരുന്നു ഒന്ന്
റോഡ് ട്രാൻസ്പോർട്ട് അല്ലേ, റോഡിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഈ റെയിലിനെ കുറിച്ചും അല്ലേ, റെയിൽ ട്രാൻസ്പോർട്ട് എന്താണെന്നും അതുകൊണ്ടുള്ള മേന്മകൾ അല്ലേ, അഡ്വാൻറ്റേജ് എന്തെല്ലാമാണെന്നും പഠിച്ചു. ഇതൊക്കെ ചോദിക്കുന്നതാട്ടോ. പിന്നെ നോക്കൂ നിങ്ങളെ, ഡിസ്ട്രിക്റ്റ് വിത്തൗട്ട് റെയിൽ ട്രാൻസ്പോർട്ട്, നമ്മുടെ റെയിൽ ഗതാഗതം ഒന്നുമില്ലാത്ത ജില്ലകൾ ഏതെല്ലാമാണ്? റെയിൽവേ ഒന്നും ഇല്ലാത്ത ജില്ല ഏതാവും നിങ്ങളെ? ഇടുക്കി, വയനാട്. ഇടുക്കിയും വയനാടും റെയിൽവേ ഇല്ല. ഞങ്ങൾ പത്തനംതിട്ടയാണ്. നമുക്കിവിടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പോകണം കേട്ടോ, ചെങ്ങന്നൂർ. ഞങ്ങൾക്കിവിടെ ഇല്ല കേട്ടോ നിങ്ങളെ. അപ്പോൾ അടുത്ത വാട്ടർ ട്രാൻസ്പോർട്ട്, ജലഗതാഗതം ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ്? നമ്മൾ രണ്ടാമത്തേലോട്ട് കയറി, മൂന്നാമത്തെ എന്താ? വാട്ടർ ട്രാൻസ്പോർട്ട്. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് മനുഷ്യർ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ് ഡു ഹ്യൂമൻ ഡിപ്പെൻഡ് ഓൺ വാട്ടർ ട്രാൻസ്പോർട്ട്? വാട്ടർ ട്രാൻസ്പോർട്ട് എന്ന് കേൾക്കുമ്പോഴേ വെള്ളത്തിൻ്റെ അല്ലേ, നിങ്ങളെ മത്സ്യബന്ധനത്തിന്, അതായത് ഫിഷിങ്ങിന് വേണ്ടി, ചരക്ക് നീക്കത്തിന്, കാർഗോ ട്രാൻസ്പോർട്ട്, നമ്മൾ ദൂരെയുള്ള സ്ഥലങ്ങളിലെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ നമ്മുടെ ഷിപ്പ് സഹായിക്കുന്നുണ്ട്. ചരക്ക് നീക്കത്തിന്, വിനോദസഞ്ചാരത്തിന്, ടൂറിസം അല്ലേ, വള്ളംകളി, ബോട്ട് റേസ് ഒക്കെ ജലഗതാഗതത്തിലല്ലേ കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന ഏതെങ്കിലും ഒരു 4 വേറെ ഒത്തിരി ഉണ്ട്, ഞാനിതിനകത്ത് 4 എഴുതിയുള്ളൂ. നിങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ജലഗതാഗതങ്ങൾ ഏതെല്ലാമാണ്? വേർ ആർ ദ വാട്ടർ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ യു ഹാവ് ട്രാവൽ ഓൺ? ഏതൊക്കെയാവും നിങ്ങളെ? റാഫ്റ്റ്, ബോട്ട്, ഷിപ്പ് അല്ലേ, ചങ്ങാടത്തിൽ കൂടെയും പായ്ക്കപ്പൽ, ബോട്ട്, ഷിപ്പ്, ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ 2-3 പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹൗ ഈസ് വാട്ടർ ട്രാൻസ്പോർട്ട് ക്ലാസിഫൈ? ഇനി ഈ വാട്ടർ ട്രാൻസ്പോർട്ടിനെ നമ്മൾ പറഞ്ഞായിരുന്നത് 2 തിരിച്ചിട്ടുണ്ട്. ഉൾനാടൻ ജലഗതാഗതമെന്നും സമുദ്ര ജലഗതാഗതം, ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് എന്നും മേരിടൈം വാട്ടർ ട്രാൻസ്പോർട്ട് എന്നും 2. മറ്റേനെ ലാൻഡ് ട്രാൻസ്പോർട്ടിനെയും 2 തിരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വാട്ടർ ട്രാൻസ്പോർട്ടിനെയും 2 തിരിച്ചിട്ടുണ്ട്. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ടും മേരിടൈം വാട്ടർ ട്രാൻസ്പോർട്ടും. റെയിൽവേയുടെ കടന്നുവരവിന് മുമ്പ് ഇന്ത്യയിലെ പ്രധാന ഗതാഗത മാർഗം ഏതായിരുന്നു? നിങ്ങളെ ഈ റെയിൽവേ ഒക്കെ വരുന്നതിന് മുമ്പേ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗം ഏതായിരുന്നു? ഉൾനാടൻ ഗതാഗതം അല്ലെ, ഇൻലാൻഡ് ഉൾനാടൻ ജലഗതാഗതമായിരുന്നു. വിച്ച് ഈസ് ദ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ ബിഫോർ ദ അഡ്വെന്റ് ഓഫ് റെയിൽവേ? ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. ഓക്കെ ആണോ നിങ്ങളെ? ഈ 20 ഓക്കെ ആണല്ലോ, എഴുതിയെടുക്കണേ. അടുത്ത 21ാമത്തത്, ഹൗ ഡിഡ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്പ്? ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത് എങ്ങനെയാണ്? ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത് എങ്ങനെയാണ്? ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്ഡ് ഇൻ ഏരിയാസ് വേർ ദെയർ വെയർ പ്ലെന്റി ഓഫ് റിവേഴ്സ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ്. നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിലാണ് ഈ ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചത്. നിങ്ങളെ നദികളും കായലുകളും ധാരാളമുള്ള പ്രദേശങ്ങളിൽ ഈ ഉൾനാടൻ ജലഗതാഗതം പുരോഗതി പ്രാപിച്ചു. ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡെവലപ്പ് ചെയ്തത് എങ്ങനെ? ഏരിയാസ് where there were plenty of rivers and backwaters. ഇനി 2 important inland waterways of Kerala. കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതൊക്കെയാണ്? നാഷണൽ വാട്ടർവേ നമ്പർ 1, നമ്പർ 3 ഫ്രം കൊല്ലം ടു എവിടെയാണ്? കോട്ടപ്പുറം അല്ലേ, കൊല്ലം ടു കോട്ടപ്പുറം. പിന്നെ ഇവിടെ കനോലി കനാൽ, CO ആണ്. കനോലി കനാൽ ഫ്രം കോഴിക്കോട് ടു കോഴിക്കോട് ടു കൊടുങ്ങല്ലൂർ കേട്ടോ. ഇതൊരു സ്ഥലപ്പേരാണ് നിങ്ങൾ കേട്ടോ. ഞാനിവിടെ മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് 2 ഇൻലാൻഡ് വാട്ടർവേ ഓഫ് കേരള, കേരളത്തിലെ 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ ഏതൊക്കെയാണ്? നാഷണൽ വാട്ടർവേ, അതായത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയപാത നമ്പർ 3യും കോഴിക്കോട് മുതൽ കൊടുങ്ങല്ലൂർ വരെയുള്ള കനോലി കനാലുമാണ് 2 ഉൾനാടൻ ജലഗതാഗത പാതകൾ. അടുത്തത്, ഹൗ വാസ് ദ ബിഗിനിങ് ഓഫ് കനാലുകളുടെ തുടക്കം എങ്ങനെയായിരുന്നു? നമ്മളെല്ലാം കനാൽ കണ്ടിട്ടുണ്ടല്ലോ. ഈ കനാലിൻ്റെ ഒക്കെ തുടക്കം എങ്ങനെയായിരുന്നു? നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്പിൽ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചത്. ഇപ്പം എങ്ങനെ ഇരിക്കും?
ഇപ്പോൾ കനാലുകളുള്ളവർ ആരൊക്കെ ഉണ്ടോ നിങ്ങളെ? നിങ്ങളുടെ അടുത്തൂടെ ഒക്കെ കനാലുകളുള്ള ആരൊക്കെ ഉണ്ട് ഇതിനകത്തിൽ? കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ അടുത്തൂടെ ഒക്കെ ഉണ്ടെങ്കിൽ. അതായത് നോക്കിയേ, നഗരങ്ങളിലേക്ക് കൽക്കരി കൊണ്ടുപോകുന്നതിനുള്ള മാർഗം എന്ന നിലയിലാണ് യൂറോപ്യർ ആദ്യകാലങ്ങളിൽ കനാലുകൾ നിർമ്മിച്ചത്. ഏർലിയർ യൂറോപ്യൻസ് ബിൽറ്റ് കനാൽ ആസ് എ മീൻസ് ടു ട്രാൻസ്പോർട്ട് കോൾ ടു സിറ്റീസ്. കോൾ എന്നാണ് കേട്ടോ, കോൾ എന്ന് വെച്ചാൽ എന്താ? കൽക്കരി ടു സിറ്റീസ് കേട്ടോ. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അടുത്തത് 24ാമത്തെ ചോദ്യം, കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകൾ. കേരളത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രധാനപ്പെട്ട കനാലുകൾ ഏതെല്ലാം? വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് കനാൽസ് കൺസ്ട്രക്റ്റഡ് ഇൻ കേരള? ഒന്ന് കനോലി കനാലും പാർവതി പുത്തനാർ എന്ന് പറയുന്നതുമാണ്. എന്താ നിങ്ങളെ? കനോലി കനാലും പാർവതി പുത്തനാർ കേട്ടോ. കനോലി കനാല്, പാർവതി പുത്തനാർ. പേര് ഇംഗ്ലീഷ് മലയാളം ഉണ്ട്, പഠിക്കുമ്പോൾ അതെടുത്ത് പഠിക്കണേ. 24 എണ്ണവും പറഞ്ഞിട്ടുണ്ട്. അടുത്ത 25, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊക്കെ 3 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്. എന്താവും നിങ്ങളെ? വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്? ജലഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം? ഒന്ന്, റിലേറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് എന്ന് വെച്ചാൽ എന്താ? താരതമ്യേന ഇതിനും ചിലവ് കുറവാണ്. മറ്റേതിനെ പോലെ ഇതും ചിലവ് കുറവാണ്. എ ലോ ലെവൽ ഓഫ് പോപ്പുലേഷൻ, മലിനീകരണവും കുറവാണ്. പോപ്പുലേഷൻ അല്ല കുഞ്ഞല്ല, പൊല്യൂഷനാണ് കേട്ടോ. മലിനീകരണവും എന്താ? എ ലോ ലെവൽ ഓഫ് പൊല്യൂഷൻ, മലിനീകരണം കുറവാണ്. മോർ ഫ്യൂവൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ എഫിഷ്യൻസി, ഇന്ധനക്ഷമത മോർ കൂടുതലാണ്. ഇതിന് ജലഗതാഗതത്തിന് ഇന്ധനത്തിൻ്റെ അളവ് കൂടുതലായിട്ടോ. ലെസ് നോയിസ് പൊല്യൂഷൻ, പക്ഷെ കുറഞ്ഞ ശബ്ദ മലിനീകരണമാണ്. ഹെൽപ്പ് ബൾക്ക് കാർഗോ ട്രാൻസ്പോർട്ട്, നമുക്ക് സാധനങ്ങളൊക്കെ ഹെവി ലോഡൊക്കെ ചരക്കുകളൊക്കെ എന്താ നീക്കത്തിനും ഈ നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. 5 ചെറിയത് നോക്കി 5 എണ്ണം എഴുതിയേക്കാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ അത് കേട്ടോ. എന്താ? വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. നമ്മളെല്ലാത്തിൻ്റെ അഡ്വാൻറ്റേജ് പഠിച്ചായിരുന്നു. ഏതാ? ലാൻഡ് ട്രാൻസ്പോർട്ട്, റെയിൽ ട്രാൻസ്പോർട്ട്, പിന്നെന്താ ഇപ്പോൾ വാട്ടർ ട്രാൻസ്പോർട്ട്. ഇതൊക്കെ അറിയണേ കുഞ്ഞുങ്ങളെ. ഇനി നമ്മൾ പഠിക്കുന്ന 3ാമത്തെ ട്രാൻസ്പോർട്ടാണ് ഏതാ? എയർ ട്രാൻസ്പോർട്ട്. ലാൻഡ് ട്രാൻസ്പോർട്ടിനെ കുറിച്ച് നമ്മൾ ലാൻഡ് ട്രാൻസ്പോർട്ടിനെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു, വാട്ടർ ട്രാൻസ്പോർട്ടിനെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അടുത്ത എയർ ട്രാൻസ്പോർട്ട് അല്ലെങ്കിൽ വ്യോമഗതാഗതം. എയർ ട്രാൻസ്പോർട്ട് ഈസ് എ വെരി യൂസ്ഫുൾ മോഡ് ഓഫ് ട്രാവൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി അല്ലേ? എയർ ട്രാൻസ്പോർട്ട് ആകുമ്പോൾ എന്താ? ഫ്ലൈറ്റിലൊക്കെ അല്ലേ? രാജ്യത്തിനകത്തും പുറത്തും ദീർഘദൂരം യാത്രകൾക്കായി വളരെയേറെ പ്രയോജനപ്പെടുത്തുന്ന ഒരു യാത്രാ മാർഗമാണ് വ്യോമഗതാഗതം. എയർ ട്രാൻസ്പോർട്ട് ഈസ് എ വെരി യൂസ്ഫുൾ മോഡ് ഓഫ് ട്രാവൽ ഫോർ ലോങ് ഡിസ്റ്റൻസ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ കൺട്രി. അതുമാത്രമാണോ? ഇറ്റ് ഈസ് ആൾസോ ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അറ്റ് പ്രസൻറ്റ്. ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം. നമ്മൾ ഈ പഠിച്ചതിനെക്കാട്ടിൽ ഏറ്റവും വേഗതയേറിയ ട്രാൻസ്പോർട്ട് ഏതാ? ഏറ്റവും വേഗതയേറിയ ഗതാഗത സംവിധാനം നമ്മുടെ എയർ ട്രാൻസ്പോർട്ടാണ്. ദ എയർ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഈസ് ആൾസോ വൈഡ്ലി യൂസ്ഡ് ഫോർ മിലിറ്ററി പർപ്പസ്. ഇനിയോ സൈനിക ആവശ്യങ്ങൾക്കായും വ്യോമഗതാഗത സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. അപ്പം 3 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് ഇപ്പോൾ വ്യോമഗതാഗതത്തെക്കുറിച്ച് എഴുതാനല്ലാതെ എയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് ചോദിക്കുമ്പം നമുക്ക് ഇത്രയും കാര്യങ്ങൾ മിനിമം അറിഞ്ഞിരിക്കണം. നോക്കൂ നിങ്ങളെ, അങ്ങനെയാണെങ്കിലേ നമ്മുടെ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ അറിയാമോ? റൈറ്റ് ദ നെയിം ഓഫ് ദ ഡിസ്ട്രിക്റ്റ് വേർ ദ ഇൻ്റർനാഷണൽ എയർപോർട്ട്. കേരളത്തിലെ ഇൻ്റർനാഷണൽ എയർപോർട്ട് 1 തിരുവനന്തപുരം അല്ലേ, 2 കൊച്ചിയിലെ എറണാകുളത്ത് അല്ലേ, പിന്നെ കോഴിക്കോട്, കണ്ണൂർ അല്ലേ, കൊച്ചി നെടുമ്പാശ്ശേരി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കൊച്ചി, എറണാകുളം കേട്ടോ. ഇത് ഈ 4 എണ്ണം പഠിച്ചു വെച്ച കേരളത്തിൻ്റെ കേട്ടോ കുഞ്ഞുങ്ങളെ. 27 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട് നമ്മുടെ. 27 എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടത് നോക്കിയാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത് നോക്കിക്കേ 28ാമത്തെ. അപ്പോൾ നോക്കിയോ നിങ്ങളെ, അഡ്വാൻറ്റേജ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്. വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ എന്തെല്ലാം? എന്താ നിങ്ങളെ? വ്യോമഗതാഗതത്തിൻ്റെ മേന്മകൾ. വ്യോമഗതാഗതം എന്നൊക്കെ പറയുമ്പോൾ എന്തോല്ലേ നമ്മുടെ എയർ ട്രാൻസ്പോർട്ടിൻ്റെ പേരാട്ടോ. നോക്കിക്കേ അതിൻ്റെ മേന്മകൾ, ഗുണങ്ങൾ അല്ലെ അഡ്വാൻറ്റേജ് എന്തില്ല? ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്, ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്. പിന്നോ ഹെൽപ്പ് ഇൻ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, ദീർഘദൂര യാത്രയ്ക്ക് സഹായിക്കുന്നു.
യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസ്. ഈ ഡിഫൻസ് എന്ന് വെച്ചാൽ പ്രതിരോധം എന്നൊരു വാക്കാണ് കേട്ടോ, അത് നിങ്ങൾ ഓർത്തോണേ നിങ്ങളെ. ഡിഫൻസ് എന്താണ്? യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസ്, ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. പിന്നെ കണക്ട് ദ ഡിഫറൻറ്റ് കൺട്രി അല്ലേ, വ്യത്യസ്ത രാജ്യങ്ങളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വിമാനങ്ങൾ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ. ഫാസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഹെൽപ്പിംഗ് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ, യൂസ്ഡ് ഫോർ നാഷണൽ ഡിഫൻസ് സർവീസ്. ഏതെങ്കിലും ഒരു 3 എണ്ണമെങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. എന്താ? അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്. കാരണം ഈ ഒരു വരി എഴുതുമ്പോഴത്തേക്ക് 1 മാർക്കാണ് കിട്ടുന്നത് കേട്ടോ. ഒന്നിനെ നിസ്സാരമായിട്ട് കരുതുന്നത്, ഈ ഒരു വരി എഴുതുമ്പം 1 മാർക്കാന്ന് ഓർത്തണം. ഏറ്റവും വേഗതയേറിയ ഗതാഗത മാർഗമാണ്, ദീർഘദൂര യാത്രയ്ക്ക് സഹായിക്കുന്നു, അതുപോലെ തന്നെ ദേശീയ പ്രതിരോധത്തിന് ഉപയോഗപ്പെടുത്തുന്നു. 2 രാജ്യങ്ങൾ തങ്ങളിൽ അല്ലേ നമ്മളിപ്പോൾ ഒരു രാജ്യത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ എങ്ങനെയാ ഇവിടെ നടന്നോ ഓട്ടോയ്ക്കോ കാറ് വിളിച്ചോ എല്ലാം പോകാൻ പറ്റുമോ? അപ്പോൾ കണക്ട് ദ എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ. വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾ? വാഹനങ്ങളുടെ പെരുപ്പം എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? ഇപ്പം എല്ലാ വീട്ടിലും 2-3 വണ്ടി വെച്ചുണ്ട് അല്ലേ. ഇത് വാട്ട് ആർ ദ കോൺസിക്വൻസ്, ഇത് മൂലം നമുക്ക് എന്തെല്ലാം പ്രത്യാഘാതം, കോൺസിക്വൻസ് എന്ന് വെച്ചാൽ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തൊക്കെയാണ് നിങ്ങളെ? എല്ലാ വീട്ടിലും ഇപ്പം എല്ലായിടവും വണ്ടിയുണ്ട് അല്ലേ. നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മുടെ വണ്ടി, വേറെ ആരും നമ്മുടെ വണ്ടിയിൽ നമ്മളങ്ങ് പോവുക. നമുക്ക് റോഡിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, ഹൈവേയിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് നമുക്ക് വണ്ടിയൊന്നും തിരിക്കാൻ പോലും സ്ഥലമില്ല, എല്ലാവരും വണ്ടിയില്ല. അപ്പം അതിനൊക്കെ അത് ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾ, വാഹനങ്ങളുടെ പെരുപ്പം കൂടിക്കൊണ്ടിരിക്കും. ഇതിന് എന്തൊക്കെയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത്, പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നത്? നോക്കിയേ. എയർ പൊല്യൂഷൻ, വായു മലിനീകരണം, ഇൻക്രീസ്ഡ് ട്രാഫിക്, കോൺഗഷൻസ് അല്ലേ, എന്ന് വെച്ചാൽ വർദ്ധിച്ച ഗതാഗത കുരുക്ക്, നോയിസ് പൊല്യൂഷൻ, ശബ്ദ മലിനീകരണം, ഹെൽത്ത് പ്രോബ്ലം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഹൈ ട്രാഫിക് ആക്സിഡൻറ്റ്, ഉയർന്ന തോതിലുള്ള വാഹനാപകടങ്ങൾ. 5 എണ്ണം എഴുതിയിട്ടുണ്ട്, 4 എണ്ണം പഠിക്കണേ കേട്ടോ. എന്തൊക്കെ വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് ആൻ ഇൻക്രീസ്ഡ് നമ്പർ ഓഫ് വെഹിക്കിൾ? ചോദ്യം നല്ലപോലെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എഴുതാൻ. നോക്കിയേ 30ാമത്തെ ചോദ്യം. യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം, പൊതുഗതാഗത മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ടല്ലോ, അതുകൊണ്ടുള്ള ആവശ്യകത എന്തൊക്കെയാണെന്ന് നോക്കിയോ നിങ്ങളെ. റെഡ്യൂസ് പൊല്യൂഷൻ, പൊതുഗതാഗതം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബസ് അല്ലേ, ബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ പേർക്ക് പോകാം അല്ലേ, 10, 49, 50 പേർക്കൊക്കെ ബസ്സിൽ പോകാൻ പറ്റും. നമ്മൾ ആ 49 പേരും അവനവൻ്റെ വീട്ടിൽ നിന്ന് കാറും എടുത്തുകൊണ്ട് ഇറങ്ങുമെങ്കിൽ 49 വണ്ടി റോഡിൽ കിടക്കുക അല്ലേ. അപ്പോൾ അത് പൊതുഗതാഗതം എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് അല്ലേ. പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കൊണ്ട് റെഡ്യൂസ് പൊല്യൂഷൻ, മലിനീകരണം കുറയ്ക്കാം. ലെസ് ട്രാഫിക് കോൺഗഷൻസ്, കുറഞ്ഞ ഗതാഗത കുരുക്ക്. ഹെൽപ്പ് ടു ഗ്രോ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു. ലെസ് കൺസംഷൻ ഓഫ് പെട്രോളിൻ്റെ കുറവ് ഉപയോഗം അല്ലേ. അപ്പോൾ വളരെ കുറച്ച്, ആ ഒരൊറ്റ വണ്ടിക്ക് അടിച്ചാൽ മതിയല്ലോ പെട്രോൾ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു 4 എണ്ണം പഠിച്ചിരിക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ്, ഈ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യവും ഈ പാഠത്തിൽ നിന്നായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ പ്രധാനപ്പെട്ടത് നോക്കിയാണ് ഞാൻ ഈ തന്നിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. 39ാമത്തെ നമ്മൾ പഠിക്കുന്ന പാഠത്തിൻ്റെ പേര് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നാണ്. ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മൾ പറഞ്ഞു കൊടുത്ത കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ആശയവിനിമയം എന്നാണ്. നോക്കൂ നിങ്ങളെ, ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ്? ഈ ആശയവിനിമയം നടത്തുന്നത് നമ്മൾ എങ്ങനെയെല്ലാം ആശയവിനിമയം നടത്തുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ത്രൂ കോൺവെർസേഷൻ, സംഭാഷണത്തിലൂടെ, ഇൻ്റർനെറ്റ് വഴി, ഇമെയിൽ വഴി, ത്രൂ റൈറ്റിംഗ്, എഴുത്തിലൂടെ, ത്രൂ സൈൻ അല്ലേ, സീല് ആൻഡ് സൗണ്ട്, ചിഹ്നങ്ങൾ വഴി, മുദ്രകൾ വഴി, ശബ്ദങ്ങളിലൂടെയൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു 5 എണ്ണം അതും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഹൗ ഡു വി കമ്മ്യൂണിക്കേറ്റ്, നമുക്ക് എങ്ങനെ ആശയവിനിമയം നടത്താം. അടുത്തത്, ഭാഷയോ ചിഹ്നങ്ങളോ എഴുത്തുവിദ്യകളോ ഒന്നുമില്ലാതിരുന്ന കാലത്ത് ആശയവിനിമയം എങ്ങനെയായിരിക്കാം മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറിക്കൊണ്ടിരുന്നത്? എങ്ങനെയാ? ഹൗ കുഡ് വൺ പേഴ്സൺ കമ്മ്യൂണിക്കേറ്റ് ആൻ ഐഡിയ ടു അനദർ അറ്റ് എ ടൈം വേർ ദെയർ നോ ലാംഗ്വേജ്, സിമ്പിൾസ് ഓർ റൈറ്റിംഗ്? അന്ന് ഭാഷകളോ ചിഹ്നങ്ങളോ എഴുത്തുകളോ അതൊന്നും ഇല്ലാതിരുന്ന സമയത്തും ആൾക്കാരല്ലേ എങ്ങനെയായിരുന്നു? ത്രൂ ഗസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ആംഗ്യങ്ങളിലൂടെ അവർ കാണിച്ചിരുന്നു, ആംഗ്യഭാഷ. ത്രൂ ഗസ്റ്റേഴ്സ്, ബൈ മേക്കിംഗ് സ്പെസിഫിക് സൗണ്ട്, പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിച്ച്. ത്രൂ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ബോഡി മൂവ്മെൻറ്റ്, പ്രത്യേകതരം മുഖ ചലനങ്ങളിലൂടെ അല്ലേ, ഒരു പ്രത്യേകതരം ശരീരത്തിൻ്റെയും മുഖത്തിൻ്റെയും ചലനങ്ങളിലൂടെ. ത്രൂ സ്മെല്ല്, അവരെ ഗന്ധങ്ങളിലൂടെയൊക്കെ അവർ തിരിച്ചറിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അടുത്ത നോക്കൂ നിങ്ങളെ, വാട്ട് ആർ ദ മീൻസ് യൂസ്ഡ് ടു കൺവേ ന്യൂസ് ആൻഡ് മെസ്സേജ് നൗ എ ഡേയ്സ്? ഇന്നത്തെ കാലത്ത് വാർത്തകളും സന്ദേശങ്ങളും കൈമാറുന്നതിന് ഉപയോഗിച്ചിരുന്ന മാർഗ്ഗങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് എങ്ങനെയൊക്കെയാണ്? ഇന്ന് എന്തെങ്കിലും ഒന്ന്
രണ്ടാമത്തെ നമ്മൾ ഫോൺ വിളി അല്ലേ, ടെലിഫോണ്, ടെലിവിഷൻ, മൊബൈൽ ഫോൺ, റേഡിയോ, ന്യൂസ് ആൻഡ് ഇൻ്റർനെറ്റ് അല്ലേ, ഇതിൻ്റെ എല്ലാം മലയാളം എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്. 33. അടുത്ത 34. വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ കമ്മ്യൂണിക്കേഷൻ? ആശയവിനിമയം രംഗത്തെ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? എന്താ? ഇൻ ദ ഏർലി ഡേയ്സിൽ ഹോഴ്സസ്, ഡോഗ്, ബേർഡ്സ് വെയർ യൂസ്ഡ് ടു ക്യാരി ന്യൂസ് ആൻഡ് മെസ്സേജസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ആദ്യകാലത്ത് സന്ദേശങ്ങൾ കൈമാറാൻ നമ്മൾ കുതിര, നായ, പക്ഷി എന്നിവയൊക്കെയായിരുന്നു ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇല്ലേ, പ്രാവിൻ്റെ ചെവിട്ടിൽ അല്ലേ ഓരോന്ന് എഴുതിയിട്ട് അത് ഇന്നടുത്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാൽ കൊണ്ടു കൊടുക്കുമായിരുന്നു ഇല്ലയോ? അങ്ങനെയൊക്കെ നമ്മൾ TV കണ്ടിട്ടുണ്ട് അല്ലേ. നമ്മൾ ഏതാ ഫ്രണ്ട്സ് എന്ന സിനിമയ്ക്കകത്ത് നമ്മുടെ ജയറാം ഇല്ലേ, അങ്ങനെയൊക്കെ സീനുണ്ടല്ലേ. പിന്നെ കുതിരപ്പുറത്ത് കൊണ്ടുപോകുക. ഓക്കെ. അടുത്ത വിത്ത് ദ ഇൻവെൻഷൻ ഓഫ് ദ പ്രിന്റിംഗ് പ്രസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ന്യൂസ് ആൻഡ് മെസ്സഞ്ചർ ബിക്കം ഈസിയർ. അച്ചടി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം ആശയവിനിമയം എളുപ്പമാക്കി. പിന്നെ ദ അറൈവൽ ഓഫ് പോസ്റ്റൽ സിസ്റ്റം മെയ്ഡ് കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റർ. പ്രോഗ്രസ് ഇൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആൾസോ ഇൻഫ്ലുവൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ. തപാൽ സംവിധാനത്തിന്റെ കടന്നുവരവ് ആശയവിനിമയം വേഗത്തിലാക്കി. ഇന്റർനെറ്റിന്റെ കടന്നുവരവ് ആശയവിനിമയത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. ഇപ്പം നിങ്ങൾ പഠിക്കുന്നത് തന്നെ ഇന്റർനെറ്റിലൂടെ അല്ലെ, നെറ്റ് വഴിയാണ്. അപ്പം ഇന്നത്തെ ആശയവിനിമയത്തിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഒരു 3 പോയിന്റ് ഇംഗ്ലീഷും. ഇത് തോനെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കാണുമ്പോൾ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആൻസർ 5ാം ക്ലാസ്സിൽ. ഇത് ഇംഗ്ലീഷുകാർ അവരുടെ എഴുതണം, മലയാളംകാർ മലയാളം എഴുതണം കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് എഴുതിയെടുക്കണേ. അടുത്തത് 35ാമത്തെ ചോദ്യം. വാട്ട് ഈസ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? എന്താണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ? പേഴ്സണൽ എന്ന് വെച്ചാൽ എന്താ? ഓരോ വ്യക്തികളുടെ അല്ലേ. ഇന്റർപേഴ്സണൽ എന്ന് വെച്ചാൽ വ്യക്തിഗത ആശയവിനിമയം എന്നാൽ എന്ത്? വ്യക്തിഗത ആശയവിനിമയം എന്നാൽ എന്ത്? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് സന്ദേശങ്ങളോ ആശയങ്ങളോ വിനിമയം ചെയ്യുന്നതാണ് വ്യക്തിഗത ആശയവിനിമയം. പറയുന്നതിൽ തന്നെ ഉണ്ടല്ലേ, ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരവും. എന്താ നിങ്ങളെ? ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്കോ സന്ദേശങ്ങളോ ആശയങ്ങളോ എന്തെങ്കിലുമൊക്കെ കൈമാറും വിനിമയം ചെയ്യുന്നതിനെയാണ് വ്യക്തിഗത ആശയവിനിമയം. ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ എക്സ്ചേഞ്ച് ഓഫ് മെസ്സേജസ് ഓർ ഐഡിയാസ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. മനസ്സിലായോ? ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത 36ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടില്ല. 36. നോക്കിയോ നിങ്ങളെ? വിച്ച് ആർ ദ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ടൂൾസുകൾ? ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാസ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. മാസ് കമ്മ്യൂണിക്കേഷൻ അല്ല, ഒന്നാമത്തെയാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അതിനകത്തിലെ ടൂൾസ് മീൻസ് എന്താ? ആയുധങ്ങളല്ല, ഇവിടുത്തെ ഉപാധികൾ എന്തെല്ലാമാണ് കേട്ടോ. പണ്ട് കാലത്തെ കാര്യങ്ങളാവും നിങ്ങളെ. ഇല്ലൻ്റ് അല്ലേ, ഇല്ലൻ്റ് എഴുത്തെഴുതാനൊക്കെ പണ്ട് ഇല്ലൻ്റായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ടെലിഗ്രാഫ്, ടെലിഫോണ്, ഇൻ്റർനെറ്റ്, ഫാക്സ് മെഷീന്, ഇമെയില്, മൊബൈൽ ഫോൺ, ഇതെല്ലാം എന്താണ്? ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ്റെ ടൂൾസുകളാണ്. അങ്ങനെയാണെങ്കിൽ മാസ് കമ്മ്യൂണിക്കേഷൻ്റെ ടൂൾസുകൾ എന്തെല്ലാമാണ്? അത് ഈ പറയുന്ന പോലെ ന്യൂസ് പേപ്പർ, റേഡിയോ, ടെലിവിഷന്, സെമിനാർ, പബ്ലിക് മീറ്റിംഗ് തുടങ്ങിയവയാണ് കേട്ടോ. തിരിഞ്ഞു പോകല്ലേ. ഇതാണ് ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും മാസ് കമ്മ്യൂണിക്കേഷനും തങ്ങളിൽ തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ കേട്ടോ. ചിലതൊക്കെ ഒന്ന് തന്നെ ഇല്ലാത്തതുകൊണ്ട്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് അത് അത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ചാപ്റ്റർ അത്രയേ ഉള്ളൂ. 1 മാർക്കിൻ്റെ ഞാനൊരു 4. തുറമുഖം എന്നാൽ എന്താണ്? പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. പോർട്ട് എന്നാൽ എന്താ? സമുദ്രതീരത്തെ കപ്പലടുപ്പിക്കുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് തുറമുഖം അല്ലെങ്കിൽ പോർട്ട്. അച്ചടി സാങ്കേതികവിദ്യ കണ്ടെത്തിയത് ചൈനക്കാരാണ്. അച്ചടി സാങ്കേതിക ആദ്യമായി കണ്ടെടുത്തത് ചൈനക്കാരാണ്. ഇരുമ്പ് ഉപയോഗിച്ച് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത്, ഇരുമ്പ് മീൻസിൽ കുത്തി എഴുതത്തില്ലേ നമ്മൾ, നാരായം എന്നൊക്കെ പറയത്തില്ല, അത് ഗുട്ടൻബർഗ് ആണ് കേട്ടോ. ആദ്യമായി എഴുത്തുവിദ്യ വികസിപ്പിച്ചത് സുമേറിയക്കാരാണ്. സുമേറിയക്കാരുടെ ലിപി എന്ന് വെച്ചാൽ ക്യൂണിഫോം ലിപിയായിരുന്നു. ആദ്യമായിട്ട് എഴുതുന്ന വിദ്യ, നമ്മളിപ്പോൾ എഴുതി വെച്ച ഈ വിദ്യയൊക്കെ കണ്ടുപിടിച്ചത് സുമേറിയക്കാരാണ്. അവർ ഏത് ലിപിയിലാണ്? ക്യൂണിഫോം ലിപി എന്ന് പറയുന്നത്. ക്യൂണിഫോം ലിപി. ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം മുംബൈയിലെ ജൂഹു ആണ്. മുംബൈയിലെ ജൂഹു. മനസ്സിലായോ ഞങ്ങളെ? അപ്പോൾ ഈ ചാപ്റ്ററിനകത്തിൽ നമ്മൾ പഠിച്ചത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ട്രാൻസ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാഹനത്തെക്കുറിച്ചും. ഈ വാഹനങ്ങളെ നമ്മൾ 3ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. കരഗതാഗതം അല്ലേ, ലാൻഡ്, എയർ, വാട്ടർ. കരഗതാഗതം, ജലഗതാഗതം, അതുപോലെ വ്യോമഗതാഗതം. ഈ ജലഗതാഗതത്തിനെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കരഗതാഗതത്തിനെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വ്യോമഗതാഗതത്തിനെയും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജും ഇതിനൊക്കെ മുമ്പേ എങ്ങനെയായിരുന്നു, ഇതൊക്കെ വരുന്നതിന് മുമ്പേ എങ്ങനെയൊക്കെയായിരുന്നു, അതിനെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴുള്ള കമ്മ്യൂണിക്കേഷനെക്കാട്ടിൽ മുമ്പ് എങ്ങനെയൊക്കെയായിരുന്നു അല്ലേ, പണ്ട് കാലത്ത് എങ്ങനെയൊക്കെയായിരുന്നു, ഇപ്പോഴെങ്ങനെയൊക്കെയായിരുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം.
പക്ഷേ അതെല്ലാം പഠിച്ചേ ഒക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ നോട്ട് ഞാൻ തന്നിട്ടുണ്ട് നിങ്ങളിത് വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇതെല്ലാം എഴുതിയിട്ട് കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ കുഞ്ഞുങ്ങളെ. എന്തായാലും ഞാൻ നിങ്ങൾക്കറിയാമല്ലോ ഇത്രയും പേപ്പറിൽ നമ്മൾ കഷ്ടപ്പെട്ടിരുന്ന് എഴുതി നിങ്ങൾക്ക് നോട്ട് വേണമെന്ന് പറഞ്ഞതിനാണ്. കണ്ടില്ലോ എത്ര പേപ്പറിലാണെന്നറിയോ ഞാൻ എഴുതിക്കണ്ടോ. ഇത്രയും പേപ്പറിൽ 17 പേപ്പറിൽ ഞാൻ എഴുതി ഇന്ന് രാവിലെ തൊട്ട് നിങ്ങൾക്ക് വേണ്ടി ഇരുന്ന് എഴുതിയതാ. അപ്പം നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ കമൻറ്റ് പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഫീഡ്ബാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അത് നല്ലതാണെങ്കിലും പണ്ടിലാണെങ്കിലും നിങ്ങൾ പറയട്ടോ. എങ്കിലല്ല എനിക്ക് അടുത്ത ചാപ്റ്ററിൻ്റെ എഴുതണോ വേണ്ടായോ കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓക്കെ, താങ്ക് യു.